ഹലോ ഫ്രണ്ട്സ്, അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ക്രേറ്റേഴ്സ് ഓഫ് ദ മൂണിൽ നിന്ന് നമ്മൾ നേരെ റൊട്രോവ എത്തി. അപ്പോഴേക്കും ടൈം സന്ധ്യയായിട്ടോ. റൊട്രോവയിൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇവിടുത്തെ ഗൊണ്ടോളയാണ്. ഇത് അത്യാവശ്യം ഫേമസ് ആണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇന്നത്തെ സമയം കഴിഞ്ഞു, അവരടച്ചു. എന്താല്ലേ? അങ്ങനെ അവിടെ കുറച്ചു നേരം ചുറ്റിത്തിരിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. കൊയ്റാവു പാർക്ക് എന്നാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല, പക്ഷെ ഞാനങ്ങനെ വിളിക്കൂ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, എന്നാലൊരു ചെറിയ റൗണ്ടൊക്കെ അടിച്ച് നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. റെഡ്വുഡ് ട്രീ വാക്ക്. റൊട്രോവെ വന്ന ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ റെഡ്വുഡ് ട്രീ വാക്ക്. ഇവിടെ നൈറ്റും പിന്നെ മോർണിംഗും രണ്ട് ടൈമിലും സ്പെഷ്യൽ എൻട്രീസ് ഉണ്ട്. ഇന്നത്തെ അവിടുത്തെ ക്യൂ ഉണ്ട്. അടുത്ത കാലത്തൊന്നും ഈ ട്രീ വാക്കിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് നാളത്തേക്ക് എടുത്തിട്ട് അവിടുന്ന് പയ്യെ മുങ്ങി. ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഓൾറെഡി ലേറ്റായി. നമ്മുടെ അക്കോമഡേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൊട്രോവ ലേക്ക്. ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം. അങ്ങനെ കുറ്റിയിട്ടത്ത് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇട്ട് 2-3 ഫോട്ടോസ് സെറ്റാക്കി. പിന്നെ അന്നത്തെ ദിവസം എൻഡ്. സെക്കൻഡ് ഡേ ടൈം ഒട്ടും വേസ്റ്റ് ആക്കിയില്ല, രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. വില്ലേജ് കുക്കിംഗ് ചാനലിന് വീഡിയോ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ. അപ്പോൾ ഇതാണ് കെറോസിൻ ക്രീക്ക്. റൊട്രോവെ വന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വരാണ്ട് പോവാറില്ല. ദൈവം സഹായിച്ച് വേറെ ആരുമില്ല ഞങ്ങൾ വന്നപ്പോൾ. ഇതൊരു ചൂടുവെള്ളം. പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങളെ, നാച്ചുറലായിട്ട് ചൂടുവെള്ളം, വേറെ എന്ത് വേണം ന്യൂസിലൻഡിൽ? ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാര ചൂടല്ല കേട്ടോ, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. എന്നാലും നാച്ചുറലായിട്ട് ചൂടുവെള്ളത്തിൽ കിടക്കാൻ ഒരു സുഖം. ഇതിൽ നല്ല സൾഫർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് സ്കിൻ ഡിസീസിനൊക്കെ ഇവിടുത്തെ മണ്ണ് നല്ലതാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇതിൽ വന്ന് നീരാടാറുണ്ട്. രാവിലെ തന്നെ വന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് തിരക്കില്ലാത്ത, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പൂളിൽ കിടന്ന് കുളിക്കേണ്ട ഒരു സുഖം. ഈ സ്ഥലം ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും അല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ട് എത്ര നേരം വേണമെങ്കിലും കിടക്കാം. റൊട്രോവയിൽ പ്രൈവറ്റായിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇതേപോലെ ഹോട്ട് വാട്ടർ പ്രത്യേകം പൂളാക്കി അവിടെ കിടക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. പക്ഷെ അവിടേക്ക് ദുട്ടിറക്കണം. അങ്ങനെ അവിടുത്തെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഈ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ നിറച്ചും പ്രാണികളായിരിക്കും. അതുകൊണ്ട് പെട്രോൾ പമ്പിൽ കയറ്റി നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി. നാട് വിട്ടാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അപ്പന. നാട്ടിലാണെങ്കിൽ പെട്രോൾ അടിച്ചു തരാനാള്, കാറ് കഴുകി തരാനാള്. ചെറുത് ഉറങ്ങി തൂങ്ങിക്കിടക്കണോ? അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരുമ്പി വന്നിട്ടേ. ഇന്നലെ വൈകിട്ട് ലേറ്റ് ആയതുകൊണ്ട് കയറാൻ പറ്റാണ്ട് തിരിച്ചു പോയതല്ലേ, അതുകൊണ്ട് ഇന്ന് കറക്റ്റ് ടൈമിലെത്തി. അങ്ങനെ സംഭവത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ അവർ നമ്മൾ വരിയായി കൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുപ്പിച്ചു. കാശ് കൊടുത്ത ഈ ഫോട്ടോസൊക്കെ പിന്നെ എന്തായാലും സംഭവം കൊള്ളാട്ടാ. ഓരോരോ ക്യാബിന് ഇങ്ങനെ വരിയായിട്ട് വന്നത് തന്നെ കാണാനൊരു ചന്തമുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ടുള്ളൊരു ക്യാബിൻ നോക്കി ഞങ്ങളെല്ലാവരും ചാടിക്കേറി. എന്തായാലും ഇത് സംഭവം കൊള്ളാം, വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂസിലൻഡ് പല സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗിയും കൂടി വന്നു. നമ്മുടെ റൊട്രോവയുടെ ഒരു മിനി വെർഷൻ ഇതിന്റെ ഉള്ളിലിരുന്ന് നമുക്ക് കാണാം.
സ്റ്റോപ്പ് എത്തി നമ്മുടെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി. ഇനി ഇതിന്ന് ചാടി ഇറങ്ങി ഇവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ച് കണ്ടിട്ട് ഇതേപോലെ തന്നെ ഒരു ക്യാബിൻ പിടിച്ച് നമ്മൾ താഴേക്ക് തിരിച്ചു പോകണം. ഇതിൻ്റെ മുകളിൽ വന്നാൽ വേണ്ടവർക്ക് ലൂയിജ് റൈഡും കൂടെ ട്രൈ ചെയ്യാം. ചിന്നു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അഡൂസ് മാത്രം ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞാൻ അഡൂസും ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായി. എന്തായാലും സംഭവം കൊള്ളാം. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു റൈഡ്. പെട്രോൾ ഇല്ല, ബാറ്ററി ഇല്ല. എന്തായാലും ഞാൻ അഡൂസും അടിച്ചു പൊളിച്ച്. നമ്മുടെ അല്ലൂസ് കുറച്ച് പൊടിയായിപ്പോയി. ഇല്ലെങ്കിൽ അവനെയും കൂടെ വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്യണമായിരുന്നു. സംഭവം സൂപ്പർ. പിന്നെ ഇതിന് 2 ട്രാക്കും ഉണ്ട്. ഒരെണ്ണം വളരെ ഈസി, പിന്നെ ഒരെണ്ണം കുറച്ചും കൂടെ സ്പീഡ് കൂടിയത്. ഞങ്ങൾ പിന്നെ ഏറ്റവും സ്പീഡ് കൂടുതൽ എടുക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയ ഗ്യാപ്പിൽ ഇവരെല്ലാവരും കൂടെ മുകളിൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. അങ്ങനെ മുകളിലത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ സമയമായി. അങ്ങനെ വീണ്ടും അടുത്ത ക്യാബിൻ പിടിച്ച് നമ്മൾ നേരെ താഴത്തേക്ക്. പ്രദേശം കാണായേ ഇങ്ങോട്ട് കാണാം, ഇങ്ങോട്ട് മാത്രം താമസം. ഇത്ര വീടുണ്ടെന്ന് നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ അറിയൂ അല്ലേ. നമ്മൾ കയറിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ, എന്നാലും ഇറങ്ങിയപ്പോൾ അതൊക്കെ ഒന്നുകൂടെ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ നമ്മുടെ ഗൊണ്ടോള ട്രിപ്പ് അടിപൊളിയായി. അവിടുന്ന് നേരെ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ചിന്നു കണ്ടുപിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് എത്തി. വണ്ടർ വേൾഡ് അമേസ്മെൻറ്റ് പാർക്ക്. കിഡ്സിന് പറ്റിയ വല്ല ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് തപ്പി അവസാനം കണ്ടുപിടിച്ച പ്ലേസാണ് ഈ വണ്ടർ വേൾഡ് അമേസ്മെൻറ്റ് പാർക്ക്. നമ്മുടെ നാട്ടിലെ വണ്ടർലേ ആയിട്ട് ഇതിനൊരു സാമ്യമില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ എൻട്രി ഫീസ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടർലയിൽ 2-3 പ്രാവശ്യം കയറി ഇറങ്ങാം. നമ്മുടെ സാധാ കിഡ്സ് പാർക്കുകൾ പോലെ റൈഡുകളോ കളിക്കാനുള്ള സാധനങ്ങളോ അങ്ങനെയല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൂടുതലും പസിൽസും. കുറച്ചുകൂടെ പ്രായമുള്ള പിള്ളേരായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ എൻജോയ് ചെയ്തേനെ. നമ്മുടെ പിള്ളേർ അതിനുള്ളത് ഇതിപ്പോൾ പസിൽ സോൾവ് ചെയ്ത് പിള്ളേരെക്കാളും മുന്നേ ഞങ്ങൾ ടയേർഡായി. എന്തായാലും അവരുടെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ അത് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ പസിലൊന്നും നമ്മൾ സോൾവ് ചെയ്യാൻ നിന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം കാണാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പാർക്കിനെ പറ്റി പറഞ്ഞാൽ ദിസ് ഈസ് എ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പാർക്ക് വിത്ത് ലോട്ട് ഓഫ് മെയ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസിലൻഡിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് 3D മെയ്സ് ഇവിടെയാണ്. പിന്നെ കുറേ പസിൽസും ജയൻറ്റ് ഗെയിംസും. എന്തായാലും പരിപാടി കൊള്ളാം. ഈ പാർക്കിൽ തന്നെ അവർക്ക് 2 ബണ്ണീസും കൂടി ഉണ്ട്. പിള്ളേർക്ക് പിന്നെ ബണ്ണീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ക്രൈസ് ആണല്ലോ. എൻ്റെ പൊന്നോ, ഇതിനൊരു അന്ത്യമില്ലേ? കഴിഞ്ഞില്ലല്ലോ പസിൽസ്. അയ്യോ, ഇനി തലയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. എന്നാൽ പിന്നെ കണ്ണിന് കുളിർമയുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഗവൺമെൻറ് ഗാർഡൻസ് റൊട്രോവ. പേര് കേട്ടാൽ തന്നെ അറിയാലോ, ഇതൊരു പബ്ലിക് പാർക്കാണ്. നമ്മുടെ ലേക്ക് റൊട്രോവയുടെ തൊട്ടടുത്ത്, അതായത് സിറ്റി സെന്ററിൽ നിന്ന് മിനിറ്റുകൾ മാത്രം. ഡാഡിക്കും മമ്മിക്കും പൂക്കളും ചെടികളെന്നും പറഞ്ഞാൽ പണ്ടേ ഭ്രാന്ത. ഇവിടെയാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഫ്ലവറുകൾ കണ്ടിട്ട് വരാം. ആ ഫ്ലവർ ഗാർഡനും കൂടെ അങ്ങനെ അവരതിനൊക്കെ തൊട്ടും തലോടിയും കുറെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഫുൾ ഹാപ്പി. ചെയ്യാൻ പറ്റില്ല, ഒട്ടും വെള്ളമില്ല ഡാഡി. നോക്കി നല്ല അടിപൊളി വെയിലായതുകൊണ്ട് ടയേർഡായിട്ട് നമ്മുടെ ചെറിയവൻ അല്ലൂസ് കാറി കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അവന് കൂട്ടായിട്ട് ഞാനും കാറി തന്നെ ഇരുന്നു.
ആഹാ, അങ്ങനെ വിത്ത് കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു ഗൈസ്. അങ്ങനെ പോന്ന പോക്കിന് ഞങ്ങൾ ഒരു ഇന്ത്യൻ ടേക്ക് അവേ കണ്ടുപിടിച്ചു. കാരണം വയറ്റിലേക്കും കൂടെ എന്തെങ്കിലും ചെല്ലണ്ടേ. അപ്പം ഇനി പോകാൻ പോണത് ചെക്കൻ പറഞ്ഞ പോലെ റെഡ്വുഡ് ട്രീ വാക്കിനാണ്. അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ ഇല്ലേ. അപ്പോൾ ഫുഡും കൂടെ കഴിച്ച് ഫുൾ എനർജിയിൽ പോകാമെന്ന് വിചാരിച്ചു. Hello guys, today we are in tree walking. Look up below you. ബിലോയാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ സ്പോട്ടിലേക്ക് വിട്ടു. സമയം ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയി. വെട്ടമുണ്ട്, ഇപ്പം കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇരുട്ടാവും. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. എവിടെ നോക്കിയാലും ആകാശം തൊട്ട് നിൽക്കണ പോലത്തെ മരങ്ങൾ. എന്തായാലും കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. ഇന്നലെ വന്നപ്പോൾ കണ്ട അത്രയും തിരക്കില്ല. ഇവിടെ നോക്കിയാൽ ഓരോരോ മരങ്ങൾ മുറിച്ചതിൻ്റെ സ്പോട്ട് കാണാം. ഓരോന്നിൻ്റെ ഒക്കെ ഒരു വലിപ്പേ. ഇതിപ്പോൾ ഒരു മരം മുറിച്ചാൽ തന്നെ 10-20 വീട് പണിയാന്ന് തോന്നുന്നു. പക്ഷെ എന്താല്ലേ. അങ്ങനെ താഴ്ത്ത കാഴ്ചകളൊക്കെ കണ്ടു. എന്തായാലും ഇനി ട്രീ വാക്ക് ആസ്വദിക്കാം. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് നമ്മൾ നമ്മുടെ നടത്തം ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോരോ മരത്തിന്റെ വലിപ്പം കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. ഈ മരത്തിന്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 120 വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ ഇവിടെ ഉണ്ടെന്ന്. എന്താല്ലേ. മാത്രമല്ല ഒരു 20 മീറ്ററോളം ഹൈറ്റിലാണ് നമ്മുടെ ഈ ബ്രിഡ്ജും പോണത്. ഇതുപോലത്തെ ഏകദേശം 28ഓളം സസ്പെൻഷൻ ബ്രിഡ്ജുകളാണ് ഈ മരങ്ങളുടെ ഇടയിൽ കെട്ടിണ്ടാക്കിയത്. ലൈറ്റ്സ് ഇട്ട് എന്തെങ്കിലും പറയാനുണ്ടമ്മേ? ഒന്നും പറയാനില്ല, ഒരു അത്ഭുത ലോകം തന്നെ. Hello guys, we are inside it and we saw so many lights. അതെ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഓണായി. എന്താല്ലേ, ഒറ്റ ട്രിപ്പിൽ തന്നെ മോർണിംഗ് വാക്കും നൈറ്റ് വാക്കും നടന്നു. നല്ല രസമല്ലേ. അതാ നിങ്ങളുടെ തലയൊക്കെ വെട്ടിക്കണു. ഫ്ലാറ്റ് ഒന്ന് ക്ഷമിച്ചേക്കണം, നൈറ്റ് ആയി പോയല്ലേ. Look at that glass. Can I stand on it? Yes. And look down. Stand on it. You feel like you Daddy. look down. Oh my God. I think. കൊച്ചിനെ വിട്ടാ ഞാൻ മുന്നിൽ ആരും ഒരു വണ്ണുള്ള ആളൊന്നും എന്ത് ചെയ്യൂലേ. ഇച്ചിരി വീഡിയോ ഉണ്ടാക്കി കൂടെ. ഇപ്പൊ എല്ലാ ലൈറ്റും ഓണാക്കി തോന്നോട്ടാ. ഓരോന്നോരോന്നിട്ട് ഓണാക്കാം. Mommy, I feel scary now, not excited because വെട്ടടിക്കണ്ട. എന്തായാലും മൊത്തത്തിലൊന്ന് കറങ്ങി തിരിഞ്ഞ് വരാൻ ഒരു 30ഓളം മിനിറ്റ് എടുക്കും. കൂടെ ഒരു ഗർഭിണി ഉണ്ടല്ലോ, അതുകൊണ്ട് പയ്യാണ് ഞങ്ങൾ പോയോളൂ. അയ്യോ, ഈ ക്യൂ നിന്ന്
പാതിരാത്രി നടക്കാനാണല്ലോ. യമ്മി. Please subscribe our channel. എന്താ നോക്ക്. Please subscribe our channel. ഓ യെ ബോയ്. Mommy, we want. അങ്ങനെ നമ്മൾ വോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഡിന്നർ ടൈമായി. നല്ല വിശപ്പുണ്ട്, അത്യാവശ്യം നമ്മൾ അധ്വാനിച്ചു. Mommy, we will go to the next. ഓക്കെ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ദിവസം എത്തി. നമ്മൾ റൊട്രോവയിൽ നിന്ന് തിരിച്ച് വെല്ലിംഗ്ടണിലേക്ക് വന്ന വഴി ഫേമസ് ഹുക്കോ ഫോൾസ് ടൗപ്പോ അവിടെ ഒന്ന് ചവിട്ടി. മമ്മിയായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വട്ടം വന്നേക്കണ്ടാ. ഇതിപ്പോൾ ഡാഡി മമ്മിയായിട്ട് ഒന്നിച്ച് ഒരു വട്ടം കൂടി. വെള്ളത്തിന്റെ ക്ലിയർനെസ് കണ്ണാടി പോലെ. നല്ല അടിപൊളി ക്ലിയർ വാട്ടർ. കുറേ പേര് അതിൽ കിടന്ന് കയാക്കിങ്ങും കുറേ അഭ്യാസങ്ങളും അത് കണ്ടെടുക്കാനും ഒരു രസമാണ്. നമ്മുടെ നാട്ടിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടുവന്നവർക്ക് ഇതൊക്കെ എന്ത്. എന്നാലും ഇത് ചില്ലറക്കാരനല്ല കേട്ടാ. പെർ സെക്കൻഡിൽ ഏകദേശം 2,20,000 ലിറ്റർ വെള്ളമാണ് ഈ പവർഫുൾ ഫോഴ്സിൽ ചാടി പോണേ. അപ്പം ഇനി പ്രത്യേകിച്ച് യാത്രയില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ.